ഇന്നൊരു നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഇതിലേക്ക് 2 കഷ്ണം പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, 1 ഏലക്ക. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 3 സവാള, മീഡിയം സൈസ് സവാളയാണ്, അത് കനം കുറച്ച് അരിഞ്ഞതാണ്. പിന്നെ ഒരു 3-4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത്രയൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാള വഴണ്ട് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കണ്ടോ വാടി വന്നിട്ടുണ്ട്. ഒരുപാട് നിറമൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടിയാൽ മതി. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ പൊടികളിലേക്ക് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ബീഫാണ് ചേർക്കുന്നത്. ഇത് 1 കിലോ ബീഫാണ്, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഈ മസാലയിൽ ഈ ബീഫ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇത് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഗ്രേവി കുറച്ച് മതിയെങ്കിൽ ഇതിലും കുറച്ച് വെള്ളം ചേർത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കുറച്ച് കറിവേപ്പില കൂടി ഇപ്പം ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുള്ളതുകൊണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലൊന്നും ചെയ്യാനില്ല, ഇത് അടച്ച് വെച്ച് വേവിക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ, പിന്നെ ലോ ഫ്ലെയിമിൽ 20 മിനിറ്റാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത് പ്രഷർ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ബീഫൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് വേവ് കുറഞ്ഞ ബീഫായിരുന്നു. പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് അവസാനം ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.